ഒരു പ്രമുഖ ചാനലിൻ്റെ വാർത്താ അവതാരകനെതിരെ ഒരു സീരിയൽ നടി വന്നിട്ട് അവരുടെ വീട്ടുകാരെ പോലും മുൻനിർത്തിക്കൊണ്ടിട്ട് അവരെ തെറി വിളിക്കുന്നത് കാണാനിടയായി. ഈ പറയുന്ന സീരിയൽ നടിക്കൊക്കെ എന്ത് അർഹതയാണ് ഇങ്ങനെ വന്നിട്ട് തെറി വിളിക്കാനുള്ളത് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഇവൾ ഇതിന് മുന്നേ ഒരു പാചക വിദഗ്ധർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ചാനലിലൊക്കെ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ യൂട്യൂബിലൊക്കെ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൾ ആ പാചക പരിപാടി നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് ലോകത്ത് എവിടെയും കേൾക്കാത്ത തെറികളൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെയല്ല, ആദ്യം പെണ്ണെന്ന് പറഞ്ഞാൽ ആദ്യം അടക്കോ ഒതുക്കോളോ ഡ്രസ്സിങ്ങിലൊക്കെ വേണം. ഇത് മറ്റേ മായാമോഹിനിയെ പോലെ ഇങ്ങനെ വല്ലാം വലിച്ചെടുത്ത് കാലിൻ്റെ വെക്കലല്ലേ ജോലി. ഞാൻ പോണ്, എനിക്കിതൊക്കെ മതി. മയക്കും മയിലുമൊക്കെ മനസ്സിലായില്ലേ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഈ കൂതറ സാധനമൊക്കെ വന്നിട്ട് ഈ ചാനൽ അവതാരകന്മാരൊക്കെ തെറി പറയാൻ എന്ത് അർഹത ഇവൾക്കൊക്കെ ഉള്ളത്? ഇവളൊക്കെ വന്നിട്ട് ഇവളൊക്കെ ചത്ത വേഷം മാത്രം സീരിയലിൽ അഭിനയിക്കുന്ന ഇവൾക്കൊക്കെ ചിലപ്പോൾ മുൻനിര ലെവലിലെത്തി നായികമാരോടൊക്കെ അസൂയ ഉണ്ടാവും. അപ്പൊ അതും പറഞ്ഞിട്ട് 2.5 മണിക്കൂർ വളരെയധികം ക്രൂരത അനുഭവിച്ച ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഇമാതിരി സാധനങ്ങളൊന്നും ഇങ്ങനെ വന്നിട്ട് പുലമ്പിക്കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കാനൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റൂല. അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള ആൾക്കാരാണ് കേരളം എല്ലായിടത്തുള്ളത്. അപ്പോൾ പല പല അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. അവരാരുടെ അഭിപ്രായം പറയാം. പക്ഷെ അതും പറഞ്ഞിട്ട് ചാനലിൽ പറയുന്ന ആൾക്കാരിനൊക്കെ വന്നിട്ട് തെറി വിളിക്കാൻ പാടൊന്നും നീ വളർന്നിട്ടില്ല. മനസ്സിലായ? ഈ മാധ്യമങ്ങൾ ഇതിനു മുന്നേയും ആരോപണം ഉയർന്ന ആൾക്കാർക്കെതിരെ നടപടി തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോഴൊന്നും നാവ് പൊന്താത്തപ്പോഴൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്കൊന്നും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കേസൊക്കെ ഈ ലെവൽ വരെ എത്താൻ എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവളുടെ വാക്കുകൾ കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവരുത് എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ 1,00,000 കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ? എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.